ഹായ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഒരു ചിക്കൻ ആൻഡ് വെജിറ്റബിൾ റോളാണ്. ഈ റോളിൻ്റെ റാപ്പ് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണ്. വളരെ എളുപ്പമാണ്, എല്ലാവർക്കും ഉണ്ടാക്കാം. നല്ല സിമ്പിളാണ്, നല്ല ടേസ്റ്റിയുമാണ്. നല്ല ക്രിസ്പി ആയിട്ട് അതിൻ്റെ പുറം ഭാഗം ഇരിക്കും, അതിൻ്റെ ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടും ഇരിക്കും. ഇത് റമദാനിനൊരു ഐറ്റമായിട്ട് ഉണ്ടാക്കാൻ പറ്റിയതാണ്. നല്ലൊരു 4 മണി ചായക്കുള്ള സ്നാക്കുമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. റെസിപ്പിയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഇന്നത്തെ ടെസ്റ്റിമോണിയൽസ് ജാസ്മിൻ സക്കീർ ട്രൈ ചെയ്തിരിക്കുന്ന നമ്മുടെ നാടൻ കടലക്കറിയും നമ്മുടെ ബദാം മിൽക്ക് റെസിപ്പിയും രണ്ടിൻ്റെയും ഫോട്ടോ അയച്ചിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞതിൽ ഒരുപാട് സന്തോഷം. റെസിപ്പീസ് വല്ലതും ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ മറക്കാതെ എനിക്ക് ഫോട്ടോ അയക്കണം. ഇപ്പോൾ റമദാനായിട്ട് സമയം കുറച്ച് കുറവാണ് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ. വീഡിയോസ് ഒരുപാട് എടുക്കുന്നുണ്ട്, കുക്ക് ചെയ്യുന്നുണ്ട് ഒപ്പം. പക്ഷേ ഇത് ഇരുന്ന് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാനാണ് സമയം കിട്ടാണ്ട് വരുന്നത്. എന്നാലും മാക്സിമം ഞാൻ ഒരുപാട് റെസിപ്പീസ് ഷെയർ ചെയ്യാൻ നോക്കുന്നുണ്ട്. ഈ മാസം കുറേ റിക്വസ്റ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ റെസിപ്പിയിലേക്ക് കിടക്കാം. അപ്പോൾ ഈ ചിക്കൻ ആൻഡ് വെജിറ്റബിൾ റോൾസ് വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ. വിചാരിക്കുന്ന പോലെ ബുദ്ധിമുട്ടൊന്നുമില്ല, നല്ല ടേസ്റ്റുമാണ്. വീട്ടിൽ ഇത് ഉണ്ടാക്കി കഴിക്കുമ്പോൾ നമ്മൾ ഈ ബേക്കറിയിലൊക്കെ കിട്ടുന്ന റോൾസിനേക്കാളും ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ഫീലിംഗ് ആണ്, ചിക്കനും വെജിറ്റബിൾസും കൂട്ടി. പിന്നെ നമ്മുടെ റാപ്പർ ഹോം മെയ്ഡാണ്, വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ. അതിന് വേണ്ടിയിട്ട് ആവശ്യമുള്ളത് 1 കപ്പ് മൈദ ഒരു വലിയ ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം 1 കപ്പ് കോൺഫ്ലവർ. ഞാൻ യൂസ് ചെയ്യുന്ന കപ്പ് മെഷർ അറിയാലോ, 1 കപ്പ് എന്ന് പറഞ്ഞാൽ 240 ml അളവാണ്. ഇതിലേക്ക് ഇനി നമ്മൾ 3 മുട്ട പൊട്ടിച്ചിട്ടിട്ടുണ്ട്. പിന്നെ ഉപ്പ് പാകത്തിന് ഞാനൊരു 1/4 ടീസ്പൂണാണ് ചേർത്തിരിക്കുന്നത്. ഇതിലേക്ക് ഇനി 2.5 കപ്പ് വെള്ളം പതുക്കിന് ഒഴിച്ചു കൊടുക്കണം. ആദ്യം ഒരു 1/2 കപ്പ് ഒഴിക്കാം, എന്നിട്ട് ആ മുട്ട നന്നായിട്ട് അടിച്ചു കൊടുക്കണം. പതുക്കിനെ വെള്ളം മുഴുവൻ ചേർത്ത് കൊടുക്കണം. നമുക്ക് ഈ ബാറ്റർ നല്ല സ്മൂത്തായിട്ട് എടുക്കണം. അതിൽ കട്ടകളും തരിയൊന്നും ഉണ്ടാവരുത്. അപ്പോൾ വെള്ളം ഒഴിച്ചുകൊണ്ടേ ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വെള്ളം മുഴുവൻ ഒഴിച്ചു കഴിഞ്ഞു. കോൺഫ്ലവർ ചേർത്തിരിക്കുന്നതുകൊണ്ട് ആ കട്ടകൾ പോകാൻ കുറച്ചും കൂടി സമയം എടുക്കുന്നതാണ്. നമുക്ക് ഫോർക്ക് അല്ലെങ്കിൽ വിസ്ക് ഉപയോഗിക്കാം ഈ കട്ടകൾ ഉടച്ച് കിട്ടാൻ. എന്നിട്ടും ചെറിയ തരികൾ ബാക്കി ഉണ്ടാവും ചിലപ്പോൾ. അപ്പോൾ നമുക്കൊരു ചായരിപ്പ് ഇതുപോലെ യൂസ് ചെയ്യാം, ഈ ടീ സ്ട്രെയിനർ. അത് വെച്ചിട്ട് അത് അരച്ചെടുക്കുകയും ചെയ്യാം. പിന്നെ ഈ ചായരിപ്പിയുടെ അടിഭാഗം വെച്ചിട്ട് താഴെ സ്ക്രബ് ചെയ്ത് കൊടുത്താൽ ആ ബാക്കിയുള്ള തരികൾ ഒന്നും ഒടിഞ്ഞു കിട്ടുകയും ചെയ്യും. അങ്ങനെ നമുക്ക് സ്മൂത്തായിട്ടുള്ള ബാറ്റർ തയ്യാറാക്കി വെക്കണം. ഈ ബാറ്റർ വളരെ കനം കുറഞ്ഞതാണ്. ഒരു 30 മിനിറ്റ് ഇത് നമുക്ക് മാറ്റി വെക്കണം. ആ സമയത്ത് നമുക്ക് ഫില്ലിങ്ങിന് ആവശ്യമുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ചോപ്പ് ചെയ്തൊക്കെ വെക്കാം. ഫില്ലിങ്ങിന് ആവശ്യമുള്ളത് 1/2 കപ്പ് ബീൻസ്, ഇത് ചെറുതായിട്ട് ഇതുപോലെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 1 കപ്പ് കാബേജ് ഇതുപോലെ വലിയ ഷ്രെഡ്സ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് 3 വൈറ്റ് ബട്ടൺ മഷ്റൂമാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഏതെങ്കിലും തരം മഷ്റൂം ഇഷ്ടമുള്ളത് ഉപയോഗിക്കുക. അതിൻ്റെ ആ തണ്ട് കളഞ്ഞതിന് ശേഷം ഒന്ന് സ്ലൈസ് ചെയ്ത് അത് ചോപ്പ് ചെയ്ത് വരുമ്പോൾ ഒരു 1/2 കപ്പ് ഉണ്ടാവണം. ഇപ്പോൾ ഈ 1/2 കപ്പ് മഷ്റൂമിന് പകരം വേണമെങ്കിൽ 1/2 കപ്പ് പ്രോൺസ് അല്ലെങ്കിൽ ചെമ്മീൻ യൂസ് ചെയ്യാൻ പറ്റിയതാണ്, ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്. അതൊരു വേറെ ഫ്ലേവർ തരുന്നതായിരിക്കും. ഇനി നമുക്ക് 2 സ്പ്രിംഗ് ഓണിയൻ മുഴുവനായിട്ട് വേണം. അതിൻ്റെ ആ വെള്ള ഉള്ളി ഭാഗവും അതിൻ്റെ പച്ചിലകൾ മുഴുവൻ ഒക്കെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ 1 കപ്പ് ലെറ്റസ് എടുത്തിട്ടുണ്ട്. വളരെ നല്ലതാണ് ഈ ഫില്ലിങ്ങിന്. ലെറ്റസ് ഇല്ലെങ്കിൽ നമുക്ക് കൂടുതൽ ക്യാബേജ് ഉപയോഗിക്കാം. പക്ഷേ ഇപ്പം മിക്കയിടത്തും കിട്ടുന്നതാണ് ലെറ്റസ്. അപ്പോൾ അതുമുണ്ട് 1 കപ്പ്. ക്യാബേജ് ഷ്രെഡ് ചെയ്ത പോലെ തന്നെ അതേ സൈസിലാണ് ഷ്രെഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ട 3 ടേബിൾ സ്പൂൺ സെലറിൻ്റെ ഇലകൾ, അത് നല്ല ഫൈനായിട്ട് ചോപ്പ് ചെയ്തത് വേണം. ഇനി സെലറിയുടെ ഇലകളിലും പകരം മല്ലിയില ചേർക്കണ്ട, കാരണം അതിൻ്റെ ടേസ്റ്റ് വേറെയാണ്.
സെലറിയുടെ ടേസ്റ്റ് സൂപ്പിനും ഇതുപോലത്തെ റാപ്സിനൊക്കെ വളരെ നല്ലതാണ്. എസ്പെഷ്യലി ചൈനീസ് ഇന്ത്യൻ കുക്കിങ്ങിന് ഒരുപാട് യൂസ് ചെയ്യുന്നതാണ്. പിന്നെ നമുക്ക് 1 ടേബിൾ സ്പൂൺ പച്ചമുളക് ചോപ്പ് ചെയ്തത് വേണം. ഇത് എരിവനുസരിച്ച് നിങ്ങൾക്ക് കൂടുതലെടുക്കാം. അപ്പോൾ അത്രയല്ലേ ഉള്ളൂ. അല്ല, പക്ഷേ നമുക്ക് ചിക്കനും കൂടി ഉണ്ട്. ഇവിടെ 300 ഗ്രാം ബോൺലെസ് ചിക്കൻ ബ്രസ്റ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ചോപ്പ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ ഫില്ലിങ്ങിനുള്ള ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ്. ഇനി നമുക്കത് ഉണ്ടാക്കാൻ നോക്കാം. ഒരു വലിയ ചീനച്ചട്ടി അല്ലെങ്കിൽ പാനിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ കോൺ ഓയിൽ അങ്ങനത്തെ വല്ലതും. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് 2-3 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് അത് ബ്രൗൺ ആവുന്നതിന് മുമ്പ് തന്നെ അടുത്ത ഫില്ലിങ്സ് ആഡ് ചെയ്ത് കൊടുക്കണം. ബ്രൗൺ ആവാതെ സൂക്ഷിക്കണം. ആ നല്ലൊരു മണം കിട്ടിയാൽ മതി. ഇതിലേക്ക് ആദ്യം തന്നെ നമ്മുടെ ചിക്കൻ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് അത് ആഡ് ചെയ്ത് ഇനി ചിക്കൻ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഏകദേശം ഒരു 2 മിനിറ്റ് എടുത്താൽ മതി. ഈ ബോൺലെസ് ചിക്കൻ ആയതുകൊണ്ട് പെട്ടെന്ന് കുക്ക് ചെയ്യുന്നതാണ്. 2 മിനിറ്റ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ അതിൻ്റെ കളർ ഇങ്ങനെ പതുക്കണ പിങ്കിന്ന് വൈറ്റ് ആയിക്കൊണ്ടിരിക്കും. അങ്ങനെ എല്ലായിടത്തും വൈറ്റ് കളർ ആയി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം. ഇത് സ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് നമ്മൾക്ക് കാണാം കുറച്ച് വലിയ കഷ്ണം ചിക്കൻ അതിൽ കിടക്കുന്നുണ്ടാവും. അപ്പോൾ അതും ഒന്ന് ഉടച്ച് ഇട്ടാൽ മതി. ചിക്കൻ ഒന്ന് കുക്കായതിന് ശേഷം പെട്ടെന്ന് തന്നെ കട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതുപോലെ നമ്മുടെ സ്പാച്ചുല വെച്ച് തന്നെ പെട്ടെന്ന് കട്ട് ചെയ്ത് പോകുന്നതാണ് ചിക്കൻ ബ്രസ്റ്റ്. അങ്ങനെ എളുപ്പത്തിൽ കട്ടാവുന്നുണ്ടെങ്കിൽ അത് വെന്തിട്ടുണ്ടെന്നാണ് അർത്ഥം. അങ്ങനെ അതിൻ്റെ കളറൊന്ന് ചെറിയൊരു ഗോൾഡൻ ആയാൽ മതി. അപ്പോഴേക്കും നമുക്ക് നമ്മുടെ ബീൻസ് ആദ്യം ആഡ് ചെയ്യാം. വെജിറ്റബിൾസിലൊന്നും ഒരുപാട് വെള്ളം ഇല്ലാണ്ട് നോക്കണം. കാരണം നമ്മുടെ ഫില്ലിങ് ഒരുപാട് നനവുണ്ടാവരുത്. ബീൻസ് ഇട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് നമ്മുടെ മഷ്റൂം ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് ആഡ് ചെയ്യാം. അതൊരു 30 സെക്കൻഡ് ഇളക്കി കൊടുക്കണം. നേരത്തെ പറഞ്ഞ പോലെ മഷ്റൂംസിന് പകരം നമുക്ക് ചെമ്മീൻ ചോപ്പ് ചെയ്തതും യൂസ് ചെയ്യാൻ പറ്റിയതാണ് ഈ റെസിപ്പിയിൽ. ചെറിയ കഷ്ണങ്ങളായിട്ട് ചോപ്പ് ചെയ്തതായിരിക്കും. അതിന് വേറൊരു ഫ്ലേവർ ആയിരിക്കും. ഇനി നമുക്കിതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ലൈറ്റ് സോയ സോസ്. ലൈറ്റ് സോയ സോസാണ് ചേർക്കുന്നത്, ഡാർക്ക് സോയ സോസ് അല്ല. ഇപ്പം ഞാൻ തീ ഒന്ന് കൂട്ടി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. ആ സോയ സോസ് ചിക്കൻ മേൽ നന്നായി കോട്ട് ചെയ്ത് കിട്ടണം. ഇതിലേക്ക് ഇനി ആദ്യം നമ്മുടെ സ്പ്രിംഗ് ഓണിയൻ്റെ ആ ഉള്ളി ഭാഗം, വൈറ്റ് ഭാഗം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്പ്രിംഗ് ഓണിയൻ്റെ ഇല ഭാഗങ്ങളും പിന്നെ കാബേജും ചേർത്ത് കൊടുക്കാം. ഇതും ഒന്ന് വാടി കിട്ടിയാൽ മതി. കുറേ നേരം ഒന്നും കുക്ക് ചെയ്യണ്ട. ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആയാൽ മതി. അങ്ങനെ അവസാനം നമ്മുടെ സെലറിയുടെ ഇലകളും പച്ചമുളകും കൂടി ചേർത്ത് ഒന്ന് ചൂടാവുന്ന വരെ നമുക്ക് ഇളക്കി കൊടുക്കണം. അതിനുശേഷം തീ ഓഫ് ചെയ്യണം. തീ ഓഫാക്കിയതിന് ശേഷമാണ് ലെറ്റസ് ചേർത്ത് കൊടുക്കുന്നത്. കാരണം ഇത് ഒരുപാട് വാടണ്ട. അതിൻ്റെ ആ ചെറിയൊരു ക്രഞ്ച് ബാക്കി നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് ഇളക്കി കൊടുക്കാം.
അപ്പോൾ നമ്മുടെ ഫില്ലിങ്ങിൽ കുറച്ച് വെള്ളം ബാക്കി നിൽക്കുന്നുണ്ടെങ്കിൽ ഒന്ന് സൈഡിലേക്ക് നീക്കിയിട്ടൊന്ന് അത് വറ്റുന്ന വരെ ഒന്ന് ചൂടാക്കിയെടുക്കാം. എന്നിട്ട് നമുക്ക് കുറച്ച് കുരുമുളക് പാകത്തിന് ഇടണം. ഞാനിവിടെ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബേക്കറിയിൽ കിട്ടുന്ന ഈ ഫില്ലിങ്ങിൽ ഈ സമയത്ത് അവർ കുറച്ച് അജിനമോട്ടോ ചേർത്ത് കൊടുക്കാറുണ്ട്. നമുക്ക് വീട്ടിലുണ്ടാക്കുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല. നല്ല ഫ്രഷ് ചിക്കനും നല്ല ഫ്രഷ് ഇൻഗ്രീഡിയൻസ് ആകുമ്പോൾ അതിൻ്റെ തന്നെ നല്ല ടേസ്റ്റാണ്. ഇനി നമുക്ക് നമ്മുടെ ബാറ്റർ അരമണിക്കൂർ വെച്ചിട്ടുണ്ട്. നമുക്കത് വെച്ചിട്ട് അതിൻ്റെ റാപ്പ് ഉണ്ടാക്കാം. ഒരു നോൺ സ്റ്റിക്ക് പാൻ, നല്ലൊരു നോൺ സ്റ്റിക്ക് പാൻ വേണം ഇതിന് വേണ്ടിയിട്ട്. ചെറിയ സൈസ് നോൺ സ്റ്റിക്ക് പാൻ എടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമ്മുടെ റാപ്പ് കറക്റ്റിന് റൗണ്ട് ഷേപ്പായിട്ട് കിട്ടും. അപ്പോൾ ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് ഓരോ തവി ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. കൂടുതലാവരുത്, ജസ്റ്റ് ആ പാനിൻ്റെ സർഫേസ് ഒന്ന് കവർ ചെയ്യാനുള്ളത് കഷ്ടിച്ച് പാടുള്ളൂ. വളരെ തിന്നായിരിക്കും നമ്മുടെ റാപ്പ്. ഒരു തവിയുടെ ഒരു 1/4 ഭാഗത്തിൽ കുറവാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത്. എന്നിട്ട് ഒന്ന് ചുറ്റി കൊടുക്കുമ്പോഴാണ് അത് പരന്ന് കിട്ടുന്നത്. സർഫേസിൽ ബബിൾസ് കണ്ടതിന് ശേഷം നമുക്കൊന്ന് മൂടി വെക്കാം. ഒരു 20 സെക്കൻഡൊക്കെ മതിയാവും. അടിഭാഗം ഒന്ന് ഗോൾഡൻ കളറാവും. അപ്പോൾ ഇത് റെഡിയാണ്. രണ്ടാമത്തെ സൈഡ് നമുക്ക് കുക്ക് ചെയ്യണില്ല. നോൺ സ്റ്റിക്ക് പാൻ നല്ലതായതുകൊണ്ട് ഞാൻ എണ്ണ തീരെ തടവി കൊടുക്കണില്ല. ഇനി കുറച്ച് പഴകിയതാണെങ്കിൽ ചെറുതായിട്ട് ലൈറ്റായിട്ട് ആദ്യത്തെ ബാറ്റർ ഒഴിക്കുന്നതിന് മുമ്പ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ചിറ്റിച്ചതിന് ശേഷം ചെറിയ ഓട്ടകളൊക്കെ കാണുന്നുണ്ടെങ്കിൽ ശകലം ബാറ്റർ അതിൽ ഇറ്റിച്ചു കൊടുത്താൽ മതി. തീരെ കട്ടി കൂടാതെ നോക്കണം നമ്മുടെ ഈ റാപ്പർ. അങ്ങനെ ഒന്നൊന്നായി നമുക്ക് എല്ലാം ചുട്ടെടുക്കാം. ആ ബബിൾസ് ഒന്ന് കണ്ടതിന് ശേഷമാണ് നമ്മളൊന്ന് മൂടി വെക്കുന്നത്. എന്നിട്ടൊരു 20 സെക്കൻഡൊക്കെ കഴിയുമ്പോൾ റെഡി ആയിട്ടുണ്ടാവണം. അങ്ങനെ നമ്മുടെ റാപ്പറൊക്കെ നമ്മൾ പേപ്പറിൽ വിരിച്ച് ഇടണം കുറച്ച് നേരം, അതിൻ്റെ ആ ചൂടൊന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്കിത് ഫില്ല് ചെയ്യാൻ നോക്കാം. ഫില്ല് ചെയ്യുമ്പോൾ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കുക്ക് ചെയ്യാത്ത ആ വശമില്ലേ, അതിലാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഫില്ലിങ്, മറ്റേ സൈഡിലല്ല. ഈ വശത്ത് ചേർത്താലേ നമുക്ക് ഫ്രൈ ചെയ്യുമ്പോൾ അത് ഉടഞ്ഞു പോകാണ്ടിരിക്കുള്ളൂ. അപ്പം നമ്മൾ 2 ടേബിൾ സ്പൂൺ ഫില്ലിങ് ഇട്ടാൽ മതി, അതിൽ കൂടെ ഉണ്ടാ. ചെറിയ റാപ്പറല്ലേ, കൂടിയാൽ നമ്മുടെ റാപ്പർ പൊട്ടിപ്പോവുകയും ചെയ്യും. അപ്പോൾ ഒരു വശത്തേക്ക് നീക്കിയതിന് ശേഷം നമുക്ക് റോൾ ചെയ്ത് തുടങ്ങാം. കൈകൾ കൊണ്ട് കുറച്ച് ജെൻറ്റലായിട്ട് വേണം മടക്കാൻ, പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നാലും നല്ല സെക്യൂറായിട്ട് ടൈറ്റായിട്ട് തന്നെ മടക്കി 2 സൈഡ് നടുക്കിലേക്ക് മടക്കിയതിന് ശേഷം നമുക്ക് കുറച്ച് പേസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ മൈദയും കോൺഫ്ലവറും മിക്സ് ചെയ്ത് ഇത്തിരി വെള്ളത്തിൽ നല്ല കട്ടിയുള്ള പേസ്റ്റ്, അത് വെച്ചിട്ട് നമുക്ക് ആ അറ്റം ഒട്ടിച്ചു കൊടുക്കാം. മൈദ മാത്രമായാലും കുഴപ്പമൊന്നുമില്ല, പെട്ടെന്ന് ഒട്ടുന്നതാണ്. എന്നിട്ട് ആ ഒട്ടിച്ച സൈഡ് നമുക്ക് ആ സൈഡുമ്പോൾ തന്നെ കുറച്ച് നേരം മാറ്റി വെച്ചാൽ മതി. അപ്പോൾ അതൊന്നും നന്നായി ഒട്ടിപ്പിടിച്ചോളും. ഒട്ടിയ വശം താഴത്തേക്ക് ആക്കിയിട്ട് മാറ്റി വെക്കണം. അപ്പോൾ നമ്മൾ ഈ ഫില്ലിങ് ഇടുമ്പോൾ നേരെ സെൻറ്ററിൽ വെക്കുന്നേക്കാളും നല്ലത് കുറച്ചും കൂടി ഇങ്ങോട്ട് നീക്കി വെക്കുന്നതാണ് റോൾ ചെയ്യുമ്പോൾ എളുപ്പം. നല്ല തിന്നായിട്ട് നല്ല ടൈറ്റായിട്ട് റോൾ ചെയ്തതിന് ശേഷം മറ്റേ 2 വശം നടുക്കിലേക്കാക്കി ഇതുപോലെ തന്നെ എല്ലാം നമുക്ക് മടക്കിയ വശം താഴത്തേക്കാക്കിയിട്ട് കുറച്ച് നേരം മാറ്റി വയ്ക്കാം. അപ്പോൾ അത് നന്നായിട്ട് സ്റ്റിക്കായിട്ടുണ്ടാവും. ഇനി നമുക്കൊരു ഫ്രൈ പാനിൽ ഷാലോ ഫ്രൈ ചെയ്യാനുള്ള അത്രയും എണ്ണ മതി. ഈ റോൾസിൻ്റെ ഒരു 1/4 ഭാഗം പൊങ്ങി നിൽക്കുന്ന അത്രയും എണ്ണ മതിയാവും. എന്നിട്ട് ഓരോന്നോരോന്നായിട്ട് മടക്കിയ ഭാഗം താഴേക്കായിട്ട് നമുക്കിത് ഓരോന്നോരോന്നായിട്ട് പാനിലിട്ട് കൊടുക്കാം. പാനിൻ്റെ വലിപ്പം അനുസരിച്ച് ഒരുപാട് കൂടുതൽ എണ്ണം കയറ്റണ്ട, കാരണം അത് മറിച്ചിടാൻ ബുദ്ധിമുട്ടാവും.
ഇനി ഇത് രണ്ട് സൈഡും ഒന്ന് ഗോൾഡൻ ആവണ വരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു 30 സെക്കൻഡോളം എനിക്ക് എടുത്ത് ഇവിടെ. അത് നമ്മുടെ ബർണർ സൈസ് അനുസരിച്ചിട്ടൊക്കെ ഇത്തിരി വ്യത്യാസം വരും. തീ ഒരുപാട് കൂട്ടി വെക്കരുത്, അല്ലെങ്കിൽ നമ്മുടെ റാപ്പ് വളരെ ബ്രൗൺ കളറായി പോവും പെട്ടെന്ന്. എന്നാൽ തീ കുറയാനും പാടില്ല, അല്ലെങ്കിൽ അത് എണ്ണ കുടിക്കും. ഒന്ന് ഗോൾഡൻ ആയതിനു ശേഷം നമുക്കിത് മറിച്ചിടാം. മറ്റേ സൈഡും ഇതുപോലെ തന്നെ ഗോൾഡൻ ആക്കി എടുക്കണം. അതുപോലെ തന്നെ മറിച്ചിടുമ്പോൾ ഒന്ന് സൂക്ഷിക്കണം, നമ്മുടെ റാപ്പ് ഇപ്പോഴും സോഫ്റ്റാണ്, അത് പൊട്ടാതെ നോക്കണം. ഫ്രൈ ചെയ്തതിന് ശേഷം ഇത് നല്ല ക്രിസ്പ് ആവുന്നുണ്ട്. രണ്ടാമത്തെ സൈഡും ഗോൾഡൻ ആയ ശേഷം നമുക്ക് ഈ വീതിയില്ലാത്ത ആ രണ്ട് സൈഡ്സും കൂടി ഒന്നും ക്രിസ്പാക്കി എടുക്കാം. ആദ്യം നേരം ഒന്നും എടുക്കില്ല, ഇതുപോലെ ഒന്ന് ചെരിച്ച് വെച്ചാൽ മതി. അതുപോലെ ആ രണ്ട് സൈഡും ഒന്ന് ക്രിസ്പാക്കി എടുത്താൽ നമ്മുടെ റോൾസ് നല്ല ക്രിസ്പായിട്ടുണ്ട് പുറത്തുനിന്ന്. അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് കുറച്ച് നേരം കിച്ചൺ പേപ്പർ ടവലിൽ ആ എണ്ണ ഒന്ന് മാറാൻ വെക്കണം. എന്നിട്ട് ബാക്കിയുള്ള റോൾസ് ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി കുറച്ച് മാറ്റി വെക്കാമെന്നുണ്ടെങ്കിൽ ഫ്രീസ് ചെയ്ത് വെക്കാം. നമുക്ക് ഫ്രീസറിൽ നിന്ന് എടുത്ത് ഇതുപോലെ നേരെ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. ഫ്രീസ് ചെയ്താൽ മതി. എന്നിട്ട് ഹാർഡായതിന് ശേഷം നമുക്കതൊരു ബാഗിലേക്ക് ഇടാം. ഇതിപ്പോൾ നന്നായി ക്രിസ്പായിട്ടുണ്ട്. ഔട്ട് സൈഡ് നല്ല ക്രിസ്പാണ്, ഉള്ളിൽ ആ റാപ്പിൻ്റെ ഉൾഭാഗം സോഫ്റ്റും. അപ്പോൾ ഒരു പ്രത്യേക രസമാണ്. ഒരു ഫില്ലിങ് നല്ല ടേസ്റ്റും ഉണ്ട്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കൂലേ? അപ്പോൾ നമ്മുടെ ചിക്കൻ ആൻഡ് വെജിറ്റബിൾ റോൾസ് റെഡി ആയിട്ടുണ്ട്. കുറച്ച് ചില്ലി സോസോ കെച്ചപ്പോ വല്ലതും കൂട്ടിയിട്ട് കഴിക്കാൻ നല്ലൊരു സ്നാക്ക് ഐറ്റമോ ഇഫ്താർ ഐറ്റമോ ആണ്. അപ്പോൾ അടുത്ത പ്രാവശ്യം നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ ഫ്രം ഷാന.